ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. പുതിയ 2 നോട്ടിഫിക്കേഷൻ ഇലക്ട്രിക്കൽ ബ്രാഞ്ചുകാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഇത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പോസ്റ്റാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പറയുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 25,700 തൊട്ട് 57,900 രൂപയാണ്. കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് 045/2024. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ഈ 3 ഡിസ്ട്രിക്റ്റിലേക്ക് ഉള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് വരുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് തന്നിട്ടുണ്ട് 19 to 37. അതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. അതുപോലെ യൂഷ്വൽ റിലാക്സേഷൻ കാണും. OBC അതുപോലെ SC/ST അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ വരുന്നവർക്ക് റിലാക്സേഷൻ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. ഇനി അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ. അത് 2 year ട്രെയിനിങ് നേടിയിട്ടുണ്ടാകണം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അതായത് ITIയിൽ നിന്ന് 2 വർഷത്തെ NDC സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യനിലാണ് വേണം. പിന്നെ അതല്ലെങ്കിൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇൻ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ 18 months കോഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് 6 months ഇംപ്ലാന്റ് ട്രെയിനിങ്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 6-8 മാസത്തിനുള്ളിൽ ഈ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കുറേയധികം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അപ്ലൈ ചെയ്ത കുറേ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാത്ത കുറേ ആൾക്കാരുമുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിതൊരു മറ്റൊരു അവസരമായി കണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്ത് പഠിക്കുക. ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രീഷ്യൻ്റെ ടോപ്പിക്സ് അത് നിങ്ങൾക്ക് ഇവിടെയും സെയിം ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തവർക്ക് അധികം വലിയ പ്രിപ്പറേഷൻ കൊടുക്കാതെ തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് മാർക്ക് നേടാവുന്നതാണ്, റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള ഫോം ഫിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് നോക്കേണ്ട പോസ്റ്റ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ പോസ്റ്റ് പുറത്ത് ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/5/2024 കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 31/2024. ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരള വാട്ടർ അതോറിറ്റിയാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 36,500 തൊട്ട് 89,000 വരെയുമാണ്. ഇപ്പോൾ ഉള്ള വേക്കൻസിയുടെ എണ്ണം 2 പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 2. ഇതിൻ്റെ ഏജ് ലിമിറ്റ് തന്നിട്ടുണ്ട് 18 തൊട്ട് 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് SSLC വേണം, അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോമ വേണം. ഏത് ഡിപ്ലോമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഉള്ള ഡിപ്ലോമയാണ് ആവശ്യം. അത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത്. 3 year കോഴ്സാണ് കംപ്ലീറ്റ് ആവേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓൾറെഡി നിങ്ങൾ പല എക്സാമുകളിൽ എഴുതിയിട്ടുള്ള സിലബസ് തന്നെയാണ്, പ്രതീക്ഷിക്കുന്ന സിലബസ് തന്നെയാണ് ഇതിലും വരിക. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, പവർ സിസ്റ്റം ആൻഡ് യൂട്ടിലൈസേഷൻ, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഓപ്പറേഷൻ ആംപ്ലിഫയർ, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ കൺട്രോളർ തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും നമുക്ക് സിലബസായിട്ട് പ്രതീക്ഷിക്കാവുന്നത്. ഇതിൽ നിന്ന് വലിയ കാര്യമായുള്ള വേരിയേഷൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഓൾമോസ്റ്റ് ഈ സിലബസ് തന്നെ ആയിരിക്കും നമുക്ക് ഈ എക്സാമിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക.
അതുപോലെ തന്നെ ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അതിൽ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ റെഫറൻസസ് നോക്കണം, സിലബസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ എക്സാം പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഫ്രീ വെബിനാറാണ്. അതിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.